മഞ്ഞുപാളികൾക്ക് അധികം താമസിക്കാതെ ലോകം അവസാനിപ്പിക്കാനാകുമെന്ന ഗവേഷകരുടെ അനുമാനമുണ്ടാക്കുന്ന ഭയാനകത എത്രത്തോളമായിരിക്കും? 200-ലേറെ വർഷം പഴക്കമുള്ള ഒരു മഞ്ഞുപാളി, തൈറ്റ്സ് ഗ്ലേസിയർ, വിളിപ്പേര് ഡൂംസ്ഡേ മഞ്ഞുപാളി. അത് അത്ര ഉപദ്രവകാരിയാണോ? അതങ്ങ് ജലത്തിൽ ഉരുകിപ്പോകില്ലേ? വിശദമായി നോക്കാം. അന്റാർട്ടിക്കയിൽ ഒരു മഞ്ഞുപാളിയുടെ തകർച്ച ലോകം മുഴുവൻ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒന്നാണ്. കോടിക്കണക്കിന് ലിറ്റർ ജലം സംഭരിച്ചിരിക്കുന്ന മഞ്ഞുപാളികൾ തകർന്ന് കടലിലേക്ക് ചേരുമ്പോൾ ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിലെ ജലനിരപ്പിനെയാണത് ബാധിക്കുക. ഇത്തരത്തിൽ അസാമാന്യ വലിപ്പമുള്ള ഒരു മഞ്ഞുപാളി കൂടി ഇപ്പോൾ അന്റാർട്ടിക്കയിൽ തകർച്ചയുടെ വക്കിലാണ്. ഡൂംസ്ഡേ ഗ്ലേസിയർ അഥവാ അന്ത്യദിന ഹിമാനി. അന്റാർട്ടിക്കയിലെ തൈറ്റ്സ് ഗ്ലേസിയർ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്. ഭാവിയിലെ സമുദ്രമേഖലയെ വമ്പൻ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാവുന്ന ഒരു വമ്പൻ ജലബോംബാണ് തൈറ്റ്സ്. സർവനാശമായിരിക്കും ഇതുമൂലം ഉണ്ടാകുന്നത് എന്ന് ഗവേഷകർ നേരത്തെ മുന്നറിയിപ്പും നൽകിയിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ഈ ഹിമാനിയിലേക്ക് ഒരു റോബോട്ടിക് പരീക്ഷണ വാഹനം ഇറക്കി പരിശോധന നടത്തിയിരുന്നു. ഹിമാനിക്ക് ശോഷണമുണ്ടെന്ന വസ്തുതയാണ് പഠനത്തിൽ തെളിഞ്ഞത്. തൈറ്റ്സിനെ തടഞ്ഞു നിർത്തുന്ന ഒരു വൻ ഐസ് ഷെൽഫ് അഥവാ ഹിമപാളി 5 മുതൽ 10 വർഷത്തിനുള്ളിൽ തകരുമെന്നും ഇത് ലോകവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നും 2 വർഷം മുൻപ് ശാസ്ത്രജ്ഞർ പറഞ്ഞിരുന്നു. തൈറ്റ്സ് ഹിമപരപ്പിൽ പഠനങ്ങൾ നടത്തുന്ന US, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞ സംഘമാണ് അന്ന് മുന്നറിയിപ്പ് നൽകിയത്. ഓരോ വർഷവും 5000 കോടി ടൺ ഹിമം സമുദ്രത്തിലേക്ക് ഈ ഹിമപരപ്പിൽ നിന്നും വീഴുന്നുണ്ട്. എന്നാൽ നിലവിൽ അത് കടൽ നിരപ്പിന് കാര്യമായ വർധനയ്ക്ക് കാരണമാകുന്നില്ല. എങ്കിലും നിലവിൽ ലോകത്തിലെ സമുദ്ര ജലപ്പുയരുന്നതിൽ 4% സംഭാവന നൽകുന്നത് തൈറ്റ്സിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഹിമമാണ്. ഹിമപരപ്പിലെ ഹിമസമ്പത്ത് വളരെ കൂടുതലാണ്. ഇതെല്ലാം ഉരുകിയാൽ കടൽ നിരപ്പിൽ വലിയ ഉയർച്ചയ്ക്കത് കാരണമാകുകയും ലോകവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ളവയിൽ ഒന്നും അപകടകാരിയുമായ ഹിമാനികളിൽ ഒന്നായാണ് തൈറ്റ്സ് കണക്കാക്കപ്പെടാറുള്ളത്. അന്റാർട്ടിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് അമുണ്ട്സെൻ കടലിന്റെ ഭാഗമായ പൈൻ ബേ ഉൾക്കടലിന്റെ സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തൈറ്റ്സ് തകർന്നാൽ അന്റാർട്ടിക്കയിലെ മറ്റ് ഹിമപ്പരപ്പുകളുടെ തകർച്ചയിലേക്ക് അത് വഴിവെക്കുമെന്നും ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നുണ്ട്. ഇത് തുറമുഖങ്ങളെയും തീരദേശ നഗരങ്ങളെയും ഒക്കെ ദോഷകരമായി ബാധിക്കാം. ഈ ഹിമാനിക്ക് ഈ നൂറ്റാണ്ടിൽ കാര്യമായ കേടുണ്ടാകില്ലെന്ന് നേരത്തെ ശാസ്ത്ര സമൂഹം വിശ്വസിച്ചിരുന്നു. ബ്രിട്ടന്റെ ആകെ വിസ്തീർണമുള്ളതാണ് ഈ ഹിമാനി. 3 ദശകങ്ങൾക്കിടയിൽ ഇതിൽ നിന്നുള്ള ഹിമത്തിന്റെ ഒഴുക്കിന്റെ തോത് ഇരട്ടിയിലേറെ ആയിട്ടുണ്ട്. ഹിമപ്പരപ്പിനെ ഒരു തടയണ പോലെ തടഞ്ഞു നിർത്തുന്ന ഹിമപാളിക്കടിയിലേക്ക് ചൂടുള്ള സമുദ്രജലം കയറുന്നതിനെ തുടർന്ന് ഹിമം ഉയരുന്നതായാണ് ഇതിന് വഴിയൊഴുക്കുന്നത്. കൂടുതൽ അളവിൽ ചൂടുള്ള സമുദ്രജലം എത്തുന്നത് തടയണ പോലെ പ്രവർത്തിക്കുന്ന ഈ ഹിമപാളിയെ ദുർബലമാക്കും. കൂടാതെ ഈ തടയണ ഹിമപാളിയുടെ കിഴക്കൻ ഭാഗം പൊട്ടിമാറാനുള്ള സാധ്യത വളരെയേറെയാണ്. ഹിമപാളിയിൽ വിവിധയിടങ്ങളിലായി പൊട്ടലുകളും തകരാറുകളും ഉടലെടുക്കുന്നുമുണ്ട്. ഇതെല്ലാം അടുത്ത 1 ദശകത്തിനുള്ളിൽ തന്നെ തൈറ്റ്സിനെ ഗുരുതരമായി ബാധിക്കുന്ന സംഭവങ്ങളാണ്. നിലവിൽ ബാധിക്കപ്പെട്ട സ്ഥലം കുറവാണ്. എന്നാൽ ഭാവിയിലെ വലിയ പ്രശ്നങ്ങളുടെ സൂചനകളാകാം ഇതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. മുൻപെങ്ങുമില്ലാത്ത വിധം ഉപഗ്രഹങ്ങളും മറ്റു ഡേറ്റയും ഒക്കെ ഉപയോഗിച്ച് തൈറ്റ്സിനെ ഇപ്പോൾ ശാസ്ത്ര സമൂഹം നിരീക്ഷിക്കുന്നുമുണ്ട്.